മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മലയാളിയുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് 27 വർഷം തികയുന്നു. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലായിരുന്നു മഹാനായ ആ എഴുത്തുകാരന്റെ ജനനം. ഏറ്റവുമധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ, ജനകീയനായ എഴുത്തുകാരൻ. ഇതൊക്കെയാണ് സാധാരണക്കാർക്ക് ബഷീറിനെക്കുറിച്ച് പറയാനുള്ളത്. വായനക്കാരെ തന്റെ തൂലികയാൽ ആകർഷിക്കാനും ബഷീർ കൃതികൾ വീണ്ടും വീണ്ടും വായിക്കാനും മലയാളികൾ ഇഷ്ടപ്പെടുന്നു. ജയകേസരിയിൽ ജോലി അന്വേഷിച്ചെത്തിയ ബഷീറിനോട് പത്രാധിപനായിരുന്ന പത്മനാഭ പൈ ജോലി തരാൻ നിർവാഹമില്ലെന്നും കഥ എഴുതിയാൽ പ്രതിഫലം തരാമെന്നും അറിയിച്ചു. മറുപടി കേട്ട ബഷീർ ഗത്യന്തരമില്ലാതെ ഒരു കഥ എഴുതി. കറുത്തിരുണ്ട് വിരൂപയായ നായികയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകൻ നായകനുമായി എഴുതിയ ആ കഥയാണ് അദ്ദേഹത്തിന്റെ ആദ്യ കഥ, തങ്കം. വളരെ കുറച്ചു മാത്രം എഴുതിയിട്ടും ബഷീറിയനിസം മലയാളത്തിന്റെ ഒരു സാഹിത്യ ശാഖയായി മാറി. ഹാസ്യം കൊണ്ട് വായനക്കാരെ ചിരിപ്പിച്ചും കൂടെ കരയിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതായി, കാലാതിവർത്തിയായി. അങ്ങനങ്ങനെ ഒട്ടനവധി ബഹുമതികളും വിവാദങ്ങളും ഏറ്റുവാങ്ങി മലയാളത്തിന്റെ മഹാപ്രതിഭ 1994 ജൂലൈ 5 സാഹിത്യലോകത്തോട് വിട പറഞ്ഞു.